നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പുതിയ ചുമതലകളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. പുതിയ ചുമതലകൾ കൊടുക്കാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 PS ശ്രീധരൻപിള്ള കേരളത്തിലെ ഒരു പ്രമുഖ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നാണ് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം തൻ്റെ ജന്മനാടായ വെൺമണി ഉൾപ്പെടുന്ന ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരെ മത്സരിക്കാൻ കോപ്പുകൂട്ടുകയാണ്. സജി ചെറിയാനെതിരെ ചെങ്ങന്നൂരിൽ മത്സരിക്കണമെന്ന് RSS BJP നേതൃത്വം PS ശ്രീധരൻപിള്ളയ്ക്ക് നിർദ്ദേശം നൽകിയെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക് ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. ഇനി പെട്ടെന്നൊരു ഗവർണർ പദവി കൊടുത്താലും അദ്ദേഹത്തിന് 3 മാസത്തിൽ കൂടുതൽ ആ ഗവർണർ പദവിയിൽ ഇരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഏതാണ്ട് ഒരു 4 മാസം കഴിയുമ്പോൾ, ഓണം കഴിയുമ്പോഴോ അല്ലെങ്കിൽ വരുന്ന ഡിസംബറോട് കൂടിയോ അല്ലെങ്കിൽ നവംബറോട് കൂടിയോ അദ്ദേഹം കേരളത്തിൽ വന്ന് ചെങ്ങന്നൂരിൽ താമസിച്ച് അവിടെ മത്സരിക്കാനുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ശ്രീധരൻപിള്ള സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കും. ശ്രീധരൻപിള്ള മത്സരിച്ചാൽ ചെങ്ങന്നൂർ സീറ്റ് BJPക്ക് പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം RSSനും BJPക്കുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ശ്രീധരൻപിള്ളയും ക്രൈസ്തവ നേതൃത്വവുമായിട്ടുള്ള അടുത്ത ബന്ധമാണ്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി വളരെ വ്യക്തിപരമായ പേഴ്സണൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്നയാളാണ് PS ശ്രീധരൻപിള്ള. ഇതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 2019 ഉപതെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ മത്സരിച്ച് 48,000 വോട്ട് നേടിയ ആളാണ് PS ശ്രീധരൻപിള്ള. ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ചെങ്ങന്നൂർ. അതോടൊപ്പം തന്നെ നായർ സർവീസ് സൊസൈറ്റിക്കും അവിടെ വലിയ സ്വാധീനമുണ്ട്. NSSുമായും സുകുമാരൻ നായരുമായും നല്ല അടുത്ത ബന്ധമുള്ള ശ്രീധരൻപിള്ളയ്ക്ക് നായർ വോട്ടുകൾ നിർബാധം ലഭിക്കും, ഒരു സംശയവും വേണ്ട. എന്നാൽ ഇനി ക്രൈസ്തവ വോട്ട് കൂടുതൽ ലഭിച്ചാലേ വിജയിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ CSIക്കാരനായ സജി ചെറിയാനാണ് അവിടെ ജയിച്ചത്. ഓർത്തഡോക്സ് വോട്ടുകൾ വളരെയധികമുള്ള മണ്ഡലമാണ് ചെങ്ങന്നൂർ. അവിടെ സജി ചെറിയാന് പകരം കോൺഗ്രസിൽ നിന്നൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ 2 ക്രൈസ്തവർ മത്സരിക്കുമ്പോൾ ഒരു ക്രൈസ്തവനല്ലാത്ത ആൾ മത്സരിക്കുകയാണെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ, നായർ വോട്ടുകളെല്ലാം അദ്ദേഹത്തിന് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ജയിക്കാനുള്ള മാർജിൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തുമായി അടുപ്പമുള്ള ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ സഹായം കൂടിയാകുമ്പോൾ ചെങ്ങന്നൂരിൽ നിന്നും ജയിച്ച് കയറാൻ കഴിയുമെന്നാണ് PS ശ്രീധരൻപിള്ള വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ മത്സരിക്കാനുള്ള തൻ്റെ ആഗ്രഹം കേന്ദ്ര BJP നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗവർണർ സ്ഥാനത്ത് മാറി അദ്ദേഹത്തിന് പുതിയൊരു ചുമതല കൊടുത്താലും, ദേശീയ നേതൃത്വത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം ചുമതല കൊടുത്താലും അല്ലെങ്കിൽ വീണ്ടും ഗവർണർ ആക്കിയാലും അദ്ദേഹം വരുന്ന ഒക്ടോബർ നവംബർ മാസത്തോടെ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരുമെന്നും ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അവിടെ നിന്നും നിയമസഭയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം SNDP യോഗവുമായും NSSുമായും ക്രൈസ്തവ സംഘടനകളുമായി നല്ല ബന്ധമുള്ള ആളാണ്. കേരളത്തിലെ BJPയുടെ അധ്യക്ഷന്മാരിൽ വിവിധ മത സാമുദായിക സംഘടനകളുമായി അടുത്ത ബന്ധമുള്ളതാണ് ശ്രീധരൻപിള്ള. വളരെ വിശ്വസ്തനാണ് അദ്ദേഹം അവരുടെ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാൽ ശ്രീധരൻപിള്ള ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് BJP നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് PS ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്.